എല്ലാവർക്കും നമസ്കാരം. കഥ വായിക്കുന്നത് തന്നെ സുഖം, കഥ കേട്ടിരിക്കുന്നതോ അതിലേറെ സുഖകരം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കഥ കേൾക്കാനായിട്ട് ഒരു 3 കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം. മോളെ, അപ്പൊ പേര് പറഞ്ഞോളൂ. ഹായ്, എന്റെ പേര് അനന്യ എന്നാണ്. ഞാൻ ക്യാമ്പിൻ സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ മോള്. എന്റെ പേര് ദിയ എന്നാണ്. ഞാൻ ഭവൻസ് വിദ്യാ മന്ദിർ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. 6th. ഓക്കെ മോനൂട്ടാ. എന്റെ പേര് മോള് പറഞ്ഞു. ആഹാ, വെരി ഗുഡ്. ദിയ കുട്ടിയുടെ അനിയനാണ്. മോള് പേര് പറയും. ഇവന്റെ പേര് ധ്വൻസിരാഗ് എന്നാണ്. അവൻ ഭവൻസിൽ LKG-യിലാണ് പഠിക്കുന്നത്. ഓ, നല്ല കുട്ടി കേട്ടോ. കഥ കേൾക്കാൻ ഇഷ്ടാണോ? ഇപ്പൊ കഥ പറഞ്ഞു തരും. കഥ പറയുന്ന അങ്കിളിന്റെ പേര് VK കൃഷ്ണകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കഥ കേൾക്കാം. ഓക്കെ. നിങ്ങള് വിക്രമാദിത്യൻ കഥകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരായിരുന്നു വിക്രമാദിത്യൻ? പണ്ടത്തെ രാജാവായിരുന്നു. പണ്ട് ഭാരതവർഷം ഭരിച്ചിരുന്ന ഒരു വലിയ ചക്രവർത്തിയായിരുന്നു വിക്രമാദിത്യൻ എന്ന മഹാനായ രാജാവ്. അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ച കുറെ സംഭവങ്ങളാണ് വിക്രമാദിത്യനും വേതാളവും എന്ന കഥകളിലൂടെ നമ്മുടെ മുമ്പിൽ ചുരുളഴിയുന്നത്. വിക്രമാദിത്യ ചക്രവർത്തിക്ക് പല പരീക്ഷണങ്ങളും പല ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളെയൊക്കെ അദ്ദേഹം ബുദ്ധിപൂർവം അതിജീവിച്ച് അതിലെല്ലാം വിജയിച്ചു വന്നു എന്നുള്ളതാണ് ആ കഥകളുടെ പ്രത്യേകത. മാത്രമല്ല, ഈ വിക്രമാദിത്യനും വേതാളവും തമ്മിലുള്ള കഥ പറച്ചിലുകളെല്ലാം തന്നെ വളരെയധികം സാരോപദേശങ്ങളും നല്ല നല്ല കാര്യങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ എന്നും പരിപാലിക്കേണ്ട പ്രത്യേകതകളുള്ള സംഭവങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചൊക്കെയുള്ള കഥകളാണ്. അതുകൊണ്ട് തന്നെ അവ എത്രയോ കാലമായി പ്രചാരണത്തിലുണ്ട്. ഇപ്പോഴും അവയെല്ലാം വായിക്കാനും അതുപോലെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. ആരായിരുന്നു വേതാളം? എങ്ങനെയാണ് ഈ വേതാളം ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നതെന്നാണ് നമ്മൾ ആദ്യം ഇന്നത്തെ കഥയിലൂടെ പറയുന്നത്. വേതാളം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് പണ്ടൊരു മനുഷ്യനായിരുന്നു. അയാളൊരു ബ്രാഹ്മണനാണ്. അയാളുടെ പേര് വിഷ്ണു ശർമ്മൻ. ഈ വിഷ്ണു ശർമ്മൻ ഉജ്ജയിനിയിലുള്ള ഒരു കാളി ക്ഷേത്രത്തിലെ സഹപൂജാരിയായിരുന്നു. എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് വേണ്ട പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതാണ് വിഷ്ണു ശർമ്മന്റെ തൊഴിൽ. ഒരു ദിവസം വിഷ്ണു ശർമ്മൻ ഈ പൂജാ കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി പല സ്ഥലത്തും നടന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും മേൽശാന്തി അന്നത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് അമ്പലവാതിൽ അടച്ചു. അദ്ദേഹം വീട്ടിൽ പോയി. വിഷ്ണു ശർമ്മൻ വന്നു നോക്കിയപ്പോൾ അമ്പലത്തിലൊന്നും ആരുമില്ല. പക്ഷേ സാധാരണ വിഷ്ണു ശർമ്മന് വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പൂജയ്ക്ക് ശേഷം ഉണ്ടാവുന്ന പടച്ചോറ്, അമ്പലത്തിൽ പൂജ ചെയ്ത് കിട്ടുന്ന പായസവും ചോറും ഒക്കെ ഉണ്ടല്ലോ, അതാണ് എല്ലാ ദിവസവും വിഷ്ണു ശർമ്മന്റെ ഭക്ഷണം. അതും എടുത്തു തരാതെ ഈ മേൽശാന്തി ഇത് എവിടേക്ക് പോയി എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നടക്കുമ്പോൾ സാധാരണ ഭക്ഷണം എടുത്തു വെക്കാറുള്ളത്, ഇയാൾ പുറത്തു പോയാലും അടച്ചു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ തിടപ്പള്ളി എന്നൊക്കെ വിളിക്കണ പോലെ അമ്പലത്തിലെ പൂജാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, അവിടെ ആയിരിക്കും വച്ചിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണു ശർമ്മൻ ഈ പറഞ്ഞ തിടപ്പള്ളിയുടെ അവിടെ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കി. അടച്ചിട്ടൊക്കെയാണ് വാതിൽ തുറക്കാൻ നോക്കി. പക്ഷെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. അതാരാ അകത്ത് കയറിയിരിക്കണേ? തിടപ്പള്ളിയുടെ ഉള്ളിൽ ആരാ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടേക്കണേ എന്ന് ആകെ പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹം ആ വാതിൽക്കല് ചെവി ഓർത്തു നിന്നു. അപ്പൊ അകത്ത് ആരോ സംസാരിക്കുന്നത് കേട്ടു. ആരോ 2 പേര് അകത്തിരുന്ന് സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ വിഷ്ണു ശർമ്മന് ഒന്നും കൂടി ഭയമായി, അതോടൊപ്പം തന്നെ അത്ഭുതമായി. ആരാടെ അടച്ചിട്ടതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേ എന്നുള്ളത്. അവിടെ ചുമരിന്റെ ഇടയിലുള്ള ചെറിയൊരു പഴുതി കൂടെ അകത്തേക്ക് നോക്കി, ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടെന്താ അറിയോ? ജടകളൊക്കെ തല മുഴുവനും ജട നിറഞ്ഞിട്ടുള്ള, ദേഹത്ത് മുഴുവൻ ഭസ്മമൊക്കെ പൂശിയിട്ടുള്ള ഒരു ആളവിടെ ഇരിക്കുന്നു. അയാളുടെ അടുത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിലാണ് വർത്താനം പറയുന്നത് കേട്ടിട്ടിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ വിഷ്ണു ശർമ്മന് മനസ്സിലായി ഇത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടിയാണ്. അവരുടെ അമ്പലമാണല്ലോ. അമ്പലത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ നിന്ന് അവർ 2 പേരും ഇറങ്ങി വന്ന് ഈ പറഞ്ഞ തടപ്പള്ളിയിലിരുന്ന് സംസാരിക്കുകയാണ്. വിഷ്ണു ശർമ്മൻ ഇങ്ങനെ കാതോർത്തിരുന്നു, എന്താ അവർ സംസാരിക്കണേന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോ പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് പറയാണ് പരിഭവം,
എത്ര കാലമായി അങ്ങ് എന്നോടൊരു കഥ പറഞ്ഞു തന്നിട്ട്? പണ്ടൊക്കെ എന്നും എന്നോട് കഥ പറഞ്ഞു തരായിരുന്നില്ല. ഇപ്പൊ കുറെ കാലമായിട്ട് ഒരു കഥയും കേൾക്കുന്നില്ല. ഇന്ന് എന്തായാലും കഥ പറഞ്ഞു തരാതെ ഞാൻ വിടില്ല. എനിക്ക് അങ്ങയുടെ വായെന്ന് നല്ല രസകരമായ കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പരമേശ്വരൻ പറയാണ്, ദേവി ശരി, ഞാൻ ഇന്ന് എന്തായാലും കുറച്ച് കഥകൾ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കഥകൾ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് പറഞ്ഞു കൊടുത്തു. അത് മുഴുവനും വിഷ്ണു ശർമ്മൻ പുറത്തു നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണു ശർമ്മന് സന്തോഷമായി. ഓ, ഇത്രയും കഥകളൊക്കെ പരമേശ്വരൻ പറഞ്ഞു കൊടുത്തല്ലോ. വിഷ്ണു ശർമ്മ എന്ത് ചെയ്തു? ഇതെല്ലാം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാനിങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് പരമേശ്വരൻ പാർവതിയോട് ഇങ്ങനെ കഥകൾ പറയണ കേട്ടു എന്നും പറഞ്ഞ് ആ കഥകൾ മുഴുവനും സ്വന്തം ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഇതൊന്നും ആരോടും പുറത്തു പറയരുത്, ആൾക്കാരും വിശ്വസിക്കില്ല. പരമേശ്വരനും പാർവതിയും ദൈവങ്ങളല്ലേ, അവര് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് നീ ഈ കഥകളൊന്നും പുറത്തു പോയി പറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. എവിടെ പിറ്റേ ദിവസം രാവിലെ കുടമൊക്കെ എടുത്ത് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് കിണറ്റിന്റെ അവിടെ എല്ലാവർക്കും കൂടി വെള്ളം പിടിക്കുന്ന കിണറുണ്ട്, ആ കിണറ്റിന്റെ കരയിൽ പോയി കഴിഞ്ഞപ്പോ ഈ വിഷ്ണു ശർമ്മന്റെ ഭാര്യ വെള്ളം പിടിക്കാൻ വന്ന കൂട്ടുകാരികളോടൊക്കെ കഥകൾ പറഞ്ഞു. എന്റെ ഭർത്താവ് പറഞ്ഞു തന്ന കഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കഥകളൊക്കെ അവരോട് പറഞ്ഞു. അവര് ഈ കഥകളൊക്കെ കേട്ടപ്പോ നല്ല രസമുള്ള കഥകള്. അവരെന്ത് ചെയ്തു? ആ കഥകള് അവരുടെ വീട്ടിൽ പോയപ്പോ അവരുടെ വീട്ടിലുള്ള ആൾക്കാരോടും അയലക്കത്തെ ആൾക്കാരോടും പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളില് രഹസ്യമായിട്ട് പരമശിവൻ ശ്രീപാർവതി ദേവിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത കഥകള് ആ ഗ്രാമത്തിൽ മുഴുവനും പാട്ടായി. എല്ലാവരും ആ കഥകള് പറയാൻ തുടങ്ങി. ഭഗവാൻ ഇതറിഞ്ഞു. ഭഗവാൻ എല്ലാ ജ്ഞാനദൃഷ്ടിയുള്ള ആളാണല്ലോ. ഭഗവാൻ ഇതറിഞ്ഞു. ആഹാ, ഞാൻ പാർവതി ദേവിയുടെ അടുത്ത് രഹസ്യമായി പറഞ്ഞു കൊടുത്ത കഥകൾ ഇതേ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ അറിയാം. എല്ലാവരും പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം ഭഗവാന് ദേഷ്യം വന്നു. ആരാണ് ഈ കഥകൾ പ്രചരിപ്പിച്ചത്? ഭഗവാന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി, അന്ന് രാത്രി അവിടെ തടപ്പള്ളിയുടെ വാതിലിന്റെ അവിടെ ഒളിച്ചു നിന്ന് ഈ കഥകൾ കേട്ടതാരാ? വിഷ്ണു ശർമ്മനാണ്. വിഷ്ണു ശർമ്മന്റെ മുമ്പിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ വല്ലാത്തൊരു അപരാധമാണ് ചെയ്തത്. ദേവീ ദേവന്മാരുടെ ഇടയിലുള്ള രഹസ്യ സംഭാഷണങ്ങൾ ഒളിച്ചു നിന്ന് കേട്ടു എന്ന് മാത്രമല്ല, അത് മുഴുവൻ നാട്ടില് പാട്ടാക്കി. നീ വല്ലാത്തൊരു അപരാധമാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കണു, നീ വേതാളമായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശപിച്ചു കഴിഞ്ഞപ്പോ വിഷ്ണു ശർമ്മൻ ആകെ പേടിച്ചുപോയി. വേതാളം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ രൂപം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആത്മാവ് പോലെയൊരു സാധനം. അതിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും ഒരു ശരീരത്തിൽ അതിനുള്ളിൽ ജീവിക്കാൻ പറ്റും. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിലേ ജീവിക്കണേ. വേതാളത്തിന് അങ്ങനെ ഒരു ശരീരത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഒരു രൂപമില്ലാത്തൊരു ആളായി മാറും വേതാളം എന്ന് പറഞ്ഞാല്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വിഷ്ണു ശർമ്മൻ വളരെ സങ്കടത്തോടുകൂടി പരമശിവന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാന് കരുണ തോന്നി വിഷ്ണു ശർമ്മന് ശാപമോക്ഷം കൊടുത്തു. പറഞ്ഞെന്താ അറിയോ? നീ വേതാളമായിട്ട് തന്നെ ഏതെങ്കിലും മരണപ്പെട്ട മൃതശരീരത്തിൽ പ്രവേശിച്ച് ഒരു മുള്ളുമുരുക്ക് മരത്തില് 30 വർഷം തൂങ്ങിക്കിടക്കണം, തല കീഴായി തൂങ്ങിക്കിടക്കണം. 30 വർഷം തികയുമ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് നിന്നെ ആ മരത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നിന്നെ ബലിയർപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഒരു വലിയ കള്ളസന്യാസി വരും, ആ ഗ്രാമത്തിൽ വലിയൊരു കള്ളസന്യാസി വരും. ജ്ഞാനശീലൻ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. ആ സന്യാസി വേതാളത്തിനെയും വിക്രമാദിത്യനെയും ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രപ്പണി ചെയ്യുന്നത്. അങ്ങനെ ബലിയർപ്പിക്കാൻ വേണ്ടി നിന്നെ മുള്ളുമുരുക്ക് മരത്തിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കി വിക്രമാദിത്യൻ തോളി ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കഥകളൊക്കെ നീ വിക്രമാദിത്യനോട് പറയണം. മാത്രമല്ല, ഓരോ കഥ കഴിയുമ്പോഴും ഒരു സൂത്രത്തിലുള്ളൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നത് ലോകത്തിലെ വിക്രമാദിത്യന് മാത്രമേ ഉള്ളൂ. അഥവാ ഉത്തരം പറയാതിരുന്നാൽ അല്ലെങ്കിൽ തെറ്റി പറഞ്ഞാൽ വിക്രമാദിത്യന്റെ തല പൊട്ടിച്ചെതറും എന്ന് പേടിപ്പിക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ വിക്രമാദിത്യൻ ആ കഥകൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും. പക്ഷേ നിന്റെ ഒരു കഥയ്ക്ക്, ഞാൻ പറഞ്ഞു തന്നതിൽ ഒരു കഥയ്ക്ക് കൃത്യമായ ഉത്തരം പറയാൻ അയാൾക്ക് പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിന്നെ എടുത്തുകൊണ്ട് പോകുന്ന ആളാരായിരിക്കും? വിക്രമാദിത്യൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിക്രമാദിത്യൻ വേതാളത്തിനെ പിടിച്ചുകൊണ്ടുപോയി ഓരോ തവണയും ഈ യാഗശാലയിലേക്ക് പോകുന്ന വഴിക്ക് ഓരോ കഥ പറയും. ഈ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടു പേരും തമ്മിൽ ഒരു കണ്ടീഷൻ വെക്കും, ഒരു ഉടമ്പടി വെക്കും, ഒരു കരാറിൽ ഏർപ്പെടും. എന്താ കരാറെന്നറിയോ? വിചിത്രമാണ് ആ കരാറ്. വേതാളം വിക്രമാദിത്യന്റെ കൂടെ ആ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരാം, പക്ഷേ വിക്രമാദിത്യൻ വായ ഉറക്കാൻ പാടില്ല.
ഇത് പറയുകയും ചെയ്യും. വിക്രമാദിത്യനോട് വേതാളം കഥ പറയുകയും ചെയ്യും. കഥ പറഞ്ഞു കഴിഞ്ഞാലോ അവസാനം ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞെന്താ, ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല പൊട്ടിച്ചെതറും, നീ മരിച്ചു പോകും. അപ്പൊ പിന്നെ വിക്രമാദിത്യന് വായ തുറക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഉത്തരം പറയണ്ടേ? ഉത്തരം പറയണമെങ്കിൽ വായ തുറക്കും. വായ തുറന്ന് എന്ത് പറ്റും? ഉടനെ തന്നെ വേതാളം വിക്രമാദിത്യന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ആ മുള്ളും മുരുക്കും മരത്തിന്റെ പോയി തൂങ്ങിക്കിടക്കും. വീണ്ടും അവിടെ പോയി ഈ വേതാളത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വീണ്ടും യാഗശാലയിലേക്ക് പോകും. അപ്പൊ വീണ്ടും അടുത്ത കഥ തുടങ്ങും. ഇങ്ങനെ വളരെയധികം കഥ. എത്ര കഥയാണോ അന്ന് പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു കൊടുത്തത്, ആ കഥകളെല്ലാം ഇങ്ങനെ പലതവണയായിട്ട് ഈ വിക്രമാദിത്യൻ വേതാളത്തിനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ വേതാളം വിക്രമാദിത്യന് കഥ പറഞ്ഞു കൊടുക്കും. കഥയ്ക്കൊക്കെ അവസാനം ഒരു ചോദ്യം ഉണ്ടാവും. പക്ഷെ ബുദ്ധിമാനായ വിക്രമാദിത്യൻ അതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരം പറയും. ഒരു കഥയ്ക്ക് മാത്രം വിക്രമാദിത്യന് ഉത്തരം പറയില്ല. അങ്ങനെ പറയാതെ നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തെ പറയാതിരിക്കുകയാണ്. ആ കഥയ്ക്ക് ഉത്തരം പറയാൻ പാടില്ല. അതോടുകൂടി വേതാളത്തിന് മനസ്സിലായി ഇത് വിക്രമാദിത്യൻ തന്നെയാണെന്നും വിക്രമാദിത്യ മഹാരാജാവിനെ ഇപ്പൊ വരാൻ പോകുന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതും വേതാളത്തിന്റെ ചുമതലയാണെന്ന് മനസ്സിലാവും. അങ്ങനെ വേതാളം വിക്രമാദിത്യനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. ഇതാണ് ഇന്നത്തെ കഥയുടെ ആദ്യ ഭാഗം. ഇനി വേതാളത്തിനെയും വിക്രമാദിത്യനെയും കൊണ്ട് പോകുന്ന യാഗം നടക്കുന്ന സ്ഥലത്ത് പോകുന്നത് ഒരു കള്ളസന്യാസി എന്ന് പറഞ്ഞില്ല. ആ യാഗം നടത്തുന്ന ഒരു കള്ളസന്യാസി എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആ കള്ളസന്യാസിയുടെ കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. കഥ ഇഷ്ടപ്പെട്ടല്ലോ? നമുക്കിനി അടുത്ത ഭാഗത്തില് ആ ജ്ഞാനശീലൻ എന്ന കള്ളസന്യാസിയുടെ കഥ കേൾക്കാം.